ഒരു ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെ വർക്ക് ചെയ്യണമെന്നാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്ലറി ആഡ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതിനോട് അടപ്പൊക്കെ ഉണ്ട്, അത് ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ലറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഹോളുണ്ട്, ഇതുവഴി എൻ്റെ ഉള്ളിലേക്കാട്ടോ വരിക. ഇതിൻ്റെ എക്സിറ്റ് എന്ന് പറയാനായിട്ട് താഴെ കണ്ടില്ലേ, താഴെയോട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതായത് സ്ലറി നേരെ എക്സിറ്റ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ ഓൾറെഡി ഇതിൽ സ്ലറി എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര ഹൈറ്റിൽ വന്നിട്ട് ഇവിടുന്ന് കവർ ചെയ്താൽ മാത്രമാണ് സ്ലറി ഇങ്ങനെ ഇവിടെ പുറത്തേക്ക് വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ അടപ്പിതാണ്. അപ്പോൾ ഈ അടപ്പിതാട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വെയിറ്റ് വയ്ക്കുന്നുണ്ട്, കൂടാതെ ഇതിൻ്റെ ഒരു വെയിറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇതിലാണ് ഗ്യാസ് ഫില്ലാവുന്നത്. അപ്പോൾ ഗ്യാസ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മൾ സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ലറി ഇതിൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൾറെഡി ബ്ലാക്കാണ്, ഇത് വെയിൽ കൊള്ളുന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. അപ്പോൾ ഓക്കെ, അതിൽ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ ഗ്യാസ് ഫോം ചെയ്യുന്നത് നേരെ ഇതിനുള്ളിൽ ഫില്ലാവും, മുകളിലേക്കാണ് ഗ്യാസ് വരിക. അപ്പോൾ ഇതൊരു പാത്രം പോലെ ആയതുകൊണ്ട് ഇതൊരു അടപ്പ് പോലെയാണല്ലോ. നമ്മളിവിടെ ക്യാപ്പ് ചെയ്യാണ്. ക്യാപ്പ് ചെയ്യുമ്പോൾ ഇത് 2 ലെയറാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ലെയർ ആയതുകൊണ്ട് ഈ ക്യാപ്പ് ചെയ്യുന്ന ഭാഗം ഇവിടെ വാട്ടറിൽ ഇവിടെ ഫില്ലായി നിൽക്കും. ഇവിടെ വാട്ടർ ഒഴിക്കാനുള്ളൊരു ഗ്യാപ്പാണ്. ഇതും ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരു ഫില്ലിങ്ങിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും, ഇതിൽ ഫില്ലായി കഴിഞ്ഞാൽ ഗ്യാസ് പൊന്തി വരുമ്പോൾ ഈ വാട്ടറിൽ ഇങ്ങനെ അതൊരു വാക്കുമായിട്ട് നിൽക്കും. അതായത് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ലെവൽ ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്നതിന് പൊന്തി വരികയാണ് ചെയ്യുക. ഗ്യാസ് പൊന്തുന്നതിനനുസരിച്ച് ഓൾറെഡി ഇത് പൊന്തി വരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ ഗ്യാസ് ഇതിൽ ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങോട്ട് പ്രഷർ വരികയും ചെയ്യും, ഗ്യാസ് മുകളിലേക്ക് ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഫില്ലായി കഴിയുമ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചുകൊണ്ട് ഗ്യാസ് ലീക്കാവില്ല. അപ്പോൾ ആ ഒരു പ്രഷർ, ഗ്യാസിൻ്റെ പ്രഷർ കാരണം ഓവറായിട്ട് വരുന്ന സ്ലറി ഇതിൽ കൂടെ കവർ ചെയ്തിട്ട് കണ്ടില്ലേ, ഇവിടെ ഒന്നും കണക്ഷൻ ഇല്ല കേട്ടോ. നേരെ പൈപ്പ് കൊടുത്തിരിക്കുകയാണ് പുറത്തേക്ക്, എക്സിറ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇതിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ അത് നമുക്ക് കൃഷി ആവശ്യത്തിനോ വളമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഒരു കമ്പി നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ബ്ലോക്കിങ് ഇവിടെ നിന്ന് ഓവർഫ്ലോ ചെയ്ത് ഇതുവഴി എക്സിറ്റ് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെ അത് ബാലൻസ് ചെയ്തെടുക്കാനും ഈ ടാങ്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മെറ്റലിൻ്റെ പൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ഗ്യാസിലാണ് കിടക്കുക. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിലേക്ക് നോക്കിയാൽ അതിൽ അതേപോലെ താഴോട്ട് വന്നിട്ടുണ്ടാവും. അത് താങ്ങി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈബറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ഈ സൈഡ് ഭാഗം നമ്മളിവിടെ ഗ്യാസ് ഫില്ലായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കതിനെ ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ബ്ലാക്കാക്കി വെച്ചിരിക്കുന്നത് മാക്സിമം ഹീറ്റ് കൊണ്ടാൽ മാത്രമാണ് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ബ്ലാക്ക് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാസ് ഫില്ലാകുമ്പോൾ ഇതിങ്ങനെ പൊന്തി വരും. അപ്പോൾ നമ്മളിത് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഗ്യാസ് ഫില്ലായി വരുമ്പോൾ ഇവിടെ വാട്ടറിൻ്റെ ഒരു ക്യാപ്പ് ഉള്ളത് കൊണ്ട് അല്ലേ, വാട്ടറിൻ്റെ ക്യാപ്പ് നമുക്കിവിടെ കാണാം. അതുള്ളതുകൊണ്ട് നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പുറത്തേക്ക് ഗ്യാസ് പോകത്തില്ല. അപ്പോൾ അത് ഫില്ലായിട്ട് നേരെ അത് പൊന്തി വരും. ഓക്കെ, അപ്പോൾ അതിങ്ങനെ പൊന്തി വന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഗ്യാസ് നമുക്ക് നിറയും, നമുക്കിതിൽ ഔട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഗ്യാസ് ഫില്ലാവുന്നതിനനുസരിച്ച് സ്ലറി ഇതിലെ പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ. ബാക്കി ഇനി ഫില്ല് ചെയ്തിട്ടൊക്കെ ഉള്ള വീഡിയോ അടുത്തതിൽ കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസ് എന്ന് പറയുന്ന ബാരലിന് വെയിറ്റ് കുറവുണ്ട്. നമ്മൾ സിമെൻറ്റിൻ്റെ ഈ ഒരു പോർഷൻ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ കമ്പിയുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് ചെരിഞ്ഞ് പോകത്തൊന്നുമില്ല, കറക്റ്റ് തന്നെ പൊന്തവും താഴും കറക്റ്റ് ചെയ്തോളും. അങ്ങനെ ഗ്യാസ് ഫില്ലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.